ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വക്കീലും വേദിയും ഒക്കെ കൂടി ഇതേ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാബു സാറിനെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വേദയോട് അവരോട് എല്ലാവരും പറഞ്ഞു വാ എന്ന് പറഞ്ഞു. അപ്പൊ അവരകത്തേക്ക് ചെല്ലുകയാണ്. വരണം വക്കീല് എന്ന് പറഞ്ഞ സാബു സാർ ഭയങ്കര ഇതിലൊക്കെയാ സ്വീകരിക്കുന്നത്. വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആരാ? അപ്പൊ വേദയുണ്ട്, നമ്മുടെ വിനായകനുണ്ട്, നന്ദിനിയുണ്ട്. ആഹാ, മേഡം ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ജഡ്ജി സാറിന്റെ മോൾ ഇവിടെ ഉണ്ടോ? ആ, അപ്പൊ ഇവരെല്ലാവരും ഇവിടെ വന്നിരുന്നു. ഇത്തവണ ആ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് വേണ്ടിയിട്ടാ അല്ലേ വക്കീലേ? അതെ എന്ന് പറഞ്ഞു. ആ ചിട്ടി കേസായിരിക്കും അല്ലേ വക്കീലേ? അതെ, യെസ്, അത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇവരുടെ ഒരു പരാതി സ്വീകരിക്കണം. അതിനാണല്ലോ ഞങ്ങൾ ഈ സ്ഥാപനം തുറന്നു വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അല്ല, ഇവരുടെ മാത്രം മതിയോ അതോ ഈ പെങ്കൊച്ചിന്റെ കൂടെ വേണോ എന്ന് ചോദിച്ചു. എനിക്കിതിന് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നേരിട്ട് ബോധിപ്പിക്കാനും പരിഹരിച്ചു വാങ്ങാനും വീട്ടിൽ തന്നെ സംവിധാനങ്ങളുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. സർ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേര് വിളിച്ച് സംസാരിക്കണം. നീ എന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി തോലച്ചു. എന്റെ ദൈവമേ, ഇവള് നമുക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതോടെ കളഞ്ഞു കുളിക്കുമെന്ന് തോന്നുന്നത്. മിണ്ടാരിടി എന്ന് പറഞ്ഞു വിനായകൻ. ഓ ശരി മേഡം, ഇനി ഞാൻ മേഡത്തെ ഭവതി എന്ന് ഞാൻ അഭിസംബോധന ചെയ്തോളാം എന്നിവൻ പൊച്ച ഭാവത്തിൽ പറയാണ്. ഇൻസ്പെക്ടർ, നിങ്ങളുടെ പരിഹാസം കേൾക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അയ്യോ വക്കീലെ, ഞാൻ പരിഹസിച്ചതൊന്നുമല്ല. ഈ ഭവതിക്ക് ഈ നീതിയും നിയമവും നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനം സ്വന്തമായി വീട്ടിലുള്ളപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യമുണ്ടാവില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയുള്ളൂ വക്കീലെ എന്ന് പറഞ്ഞു. താലി കെട്ടി ഭവതിയെ ആനയിച്ചിരിക്കുന്നത് അത്രയും മഹാനായ ഒരാളല്ലേ. ഇൻസ്പെക്ടർ പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു പരാതിയുടെ കാര്യവുമായിട്ടാണ് വന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഫയലിൽ സ്വീകരിക്കണം. ചിട്ടിക്ക് ചേർന്ന് പണം പോയ കേസല്ലേ? അതെ സാറേ, രൂപ 6 ലക്ഷം സാറേ പോയത്. എത്ര നറുക്കുണ്ടായിരുന്നു? 1. ഇവിടെ 2ഉം 3ഉം അതേ കമ്പനിയിൽ ഒരുപാടുണ്ടായിരുന്ന ആൾക്കാരുണ്ട്. 1 കൂടുതൽ പരാതി ഉള്ളപ്പോ കേസ് സ്ട്രോങ് ആവുമല്ലോ. അതിന് മുങ്ങിയവരെ കിട്ടിയിട്ട് വേണ്ടേ സാറേ പണം പിടിച്ചെടുക്കാൻ? ഇങ്ങനെയുള്ള ആളുകൾ ബാങ്കിൽ പണം സൂക്ഷിക്കുമെന്ന് വക്കീൽ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ കാശൊക്കെ എങ്ങനെയെങ്കിലും അവര് മാറ്റിയിട്ടുണ്ടാവും സാറേ. എങ്ങനെയെങ്കിലും എല്ല് വെള്ളമാക്കി കസ്റ്റഡിയിൽ എടുത്താൽ തന്നെ പാപ്പർ സൂട്ട് ഫയൽ ചെയ്ത് കോടതിയുടെ മുൻപിൽ ഒന്നുമില്ലാത്തവനായി ഇറങ്ങിങ്ങു പോരും. ഓഹോ, അപ്പൊ കാര്യങ്ങൾ അത്രത്തോളം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലേ സാബു സാറേ എന്ന് ചോദിച്ചു വേദ. ഇങ്ങോട്ട് വന്ന് കയറുന്ന മുൻപ് തന്നെ സാറിന് ഈ കേസിൽ എത്രത്തോളം താല്പര്യമുണ്ടാവും എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണേലും അത് പൂർണ്ണമായി ഇപ്പൊ KP കേശവന്റെ ഭാവി പരിപാടികളടക്കം സാറ് നേരത്തെ വിശദീകരിച്ചത് കൊണ്ട് ഇത് കുറിക്കമ്പനിയുടെ ഉടമസ്ഥർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി അല്ലാന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ മനസ്സിലായി സർ എന്ന് പറഞ്ഞു ദർശൻ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അത് SP വേറെ പ്രഖ്യാപിച്ചോളും. ഏതായാലും KP കേശവനെയും സംഘത്തെയും കണ്ടെത്താൻ സാർ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ സംഗതി നടന്നത് സാറിന്റെ ജൂറിസ്ഡിക്ഷനിലായ സ്ഥിതിക്ക് സാറ് ഇവരുടെ പരാതി ഒന്ന് വാങ്ങി ഒന്ന് ഫയല് വെച്ചേക്കണം. അയ്യോ, അത് ചെയ്യില്ലെന്നല്ല വക്കീലെ ഞാൻ പറഞ്ഞത്. വെറുതെ ഇല്ലാത്ത അർത്ഥമൊന്നും ഉണ്ടാക്കല്ലേ വക്കീലെ. അപ്പൊ അവിടെ നിന്ന് ഒരാളെ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവരുടെ പരാതി എഴുതി വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവര് വേഗം തന്നെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ മേഡം ചെന്നോളൂ, വളരെ ഭവ്യതയോടെ ആയി സാബു സാറ്. അപ്പൊ വക്കീൽ ഇറങ്ങാൻ തുടങ്ങിയപ്പം സാബു സാറ് വക്കീലെ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അല്ല സാറേ, സാറ് ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അല്ല, സാറ് പറഞ്ഞില്ലേ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ശരി തന്നെയാണോ സാറേ എന്ന് ചോദിച്ചു. അതെ. എന്താ സാബു സാറേ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ ഒന്നുമില്ല സാറേ. നമ്മൾ കേസെല്ലാം പഠിച്ച് തെളിവുകൾ ശേഖരിച്ച് ഫ്രെയിം ചെയ്ത് അന്വേഷിച്ച് വരുമ്പോഴേക്കും മറ്റൊരു ടീം വന്ന് കേസ് ഏറ്റെടുക്കാന്ന് വെച്ചാ അതൊരു വലിയ കഷ്ടല്ലേ സാറേ. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ഇതെത്ര നിസ്സാരമായ കേസല്ലല്ലോ. 2.5 കോടി രൂപയോളം വരുന്ന തട്ടിപ്പ് കേസല്ലേ. എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞാൻ SP ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇൻ കേസ് ഇവിടുന്ന് കാര്യമായ സപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ എന്ത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം
അപ്പൊ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പുതിയ ടീമിന്റെ ഒരു കാര്യം. അത് ഇങ്ങനൊരു തട്ടിപ്പിന് പല ഭാഗങ്ങളിൽ നിന്ന് സപ്പോർട്ടില്ലാതെ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ടായിരിക്കും സ്പെഷ്യൽ ടീമിനെ തന്നെ പ്രഖ്യാപിച്ചത്. വരട്ടെ വരട്ടെ സാബു സാറേ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുകൂടെ വക്കീലങ്ങ് തിരിഞ്ഞു നിന്നിട്ട്, അതെ സാറിനോട് കാര്യം ചോദിക്കാൻ പറഞ്ഞു. KP കുറീസിന്റെ ആഭിമുഖ്യത്തിൽ തുടർന്ന പണയം വെക്കൂ പണം നേടൂ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സാബു സാറായിരുന്നില്ലേ? അതെ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അല്ല ഒന്നുമില്ല, അവരുമായിട്ടുള്ള കണക്ഷനുമായിട്ടുള്ള എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് കണക്ഷനൊന്നുമില്ല, ഒരു നാട്ടിലെ പോലീസ് ഓഫീസർ എന്ന നിലയിൽ വിളിച്ചു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. ശരി ശരി എന്ന് പറഞ്ഞ് ദർശനം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീനിവാസനെയും വിക്രത്തിനെയാണ്. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യാണ്. നാട്ടിൽ വലിയൊരു ഫ്രോഡ് പരിപാടി നടന്നിട്ടുണ്ട്, നീ വല്ല അറിഞ്ഞോ? KP കുറുക്കമ്പനി എന്ന പേരിൽ കുറി നടത്തിക്കൊണ്ടിരുന്ന KP കേശവനില്ലേ, അയാള് 2.5 കോടി രൂപയായിട്ട് മുങ്ങി. ഇന്ന് പലരുടെയും ചിട്ടിക്കാശ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. ഇന്നലെ രാത്രി മുതൽ അയാളെ കാണാനില്ല. പിന്നെ ഈ സാബു സാർ ഉണ്ടല്ലോ, ഈ സാബു എന്ന് പറയുന്ന ആളാണ് ഇവരുടെ പല സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് തന്നെ പരാതിയായിട്ട് പലരും വീട്ടിലേക്ക് രാവിലെ വന്നിരുന്നു. പിന്നെയാണല്ലോ ഇൻസ്പെക്ടർ സാബുമോൻ. പിന്നെ ഞാൻ SP വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷന് പുതിയ ടീമിനെ വെക്കാമെന്ന് SP സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ വൈകിട്ട് പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കുറിത്തട്ടിപ്പ് വഞ്ചിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പിള്ളേര് ശ്രദ്ധിക്കുന്നുണ്ട്. ഇലക്ഷന് മുൻപ് നമ്മളുടെ ഇമേജ് ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭവും നമ്മൾ കളയാൻ പറ്റില്ലല്ലോ വിക്രം. അതുകൊണ്ട് നാളത്തെ പൊതുയോഗത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ വിഷയവുമായി സംസാരിക്കാൻ പോകുന്നത് പാർട്ടിയുടെ യുവ തുർക്കി വിക്രം സുധാകരനായിരിക്കും എന്നുള്ളതാണ്. അയ്യോ സാർ, ഞാനോ? എന്താ പേടിച്ചു പോയോ? അയ്യോ വേണ്ട സാറേ, എനിക്ക് ഈ മൈക്ക് കണ്ടാലേ അപ്പൊ വിറയില് വരും. അതൊക്കെ മാറിക്കോളും. താൻ ആദ്യം അധികം ഒന്നും സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അത് അവരുടെ ഈ വലിയ വഞ്ചന കുറ്റത്തിന് പിന്നിൽ ഉള്ളവരെ മുഴുവൻ കണ്ടുപിടിക്കാതെ പ്രോഗ്രസീവ് പാർട്ടിക്ക് വിശ്രമം ഉണ്ടാവില്ല എന്നുള്ളൊരു 3-4 വാചകം കാച്ചിയാൽ മതി. കേൾക്കുന്നവർക്ക് ഇനിയാണ് നമ്മുടെ പാർട്ടിയുടെ അജണ്ട അതായിരിക്കണം എന്ന് തോന്നണം. വേണ്ട സാറേ, കേൾക്കുമ്പോ തന്നെ തൊണ്ട പറളുന്നു. വല്ലാത്തൊരു ക്ഷീണം, കരിക്ക് കിട്ടുന്ന എവിടെയാന്ന് വെച്ചാ അവിടെ നിർത്തിടോ എന്ന് ഡ്രൈവറോട് പറഞ്ഞു ശ്രീനിവാസൻ. ഇവരിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ശ്രീനിവാസൻ പുറത്തേക്ക് നോക്കുക. എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും, അല്ല ഒരു വണ്ടി നമ്മളെ കുറെ നേരമായിട്ട് ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു. അപ്പൊ വേഗം തന്നെ ഡ്രൈവറും പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നു. എന്നാ വണ്ടി അങ്ങ് സൈഡിലാക്ക, ആരാണെന്ന് അറിഞ്ഞിട്ട് പോകാലോ. വേണ്ട, കട കാണുന്നിടത്ത് നിർത്താം, വണ്ടി അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ദൂരം ചെന്നു. അപ്പൊ കരിക്ക് കിട്ടുന്ന സ്ഥലത്തെത്തി. അപ്പൊ ഇവരങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു. 2 കരിക്ക് എന്ന് പറഞ്ഞു. കേസിന് ഒരു തീർപ്പുണ്ടാകുന്നവരെ കൃത്യമായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ മാർച്ച്, പൊതുയോഗം തുടങ്ങിയ സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ സംഘടിപ്പിക്കണം. പോലീസ് എന്തായാലും പോലീസ് പിടിച്ചോളും. പക്ഷേ നമ്മൾ കാര്യമായി ഇടപെട്ടുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് തോന്നണം. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഈ കരിക്കൊക്കെ വെട്ടി ഇദ്ദേഹത്തിന് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് കേട്ടോ. വെട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ എന്താ പറയുക, രാധയെ പെണ്ണ് കാണാൻ വന്ന അഭിലാഷൻ. അവനാണ് ദേണ്ട ഈ ഗുണ്ടാ സംഘത്തിലെ ഉള്ള മുഖ്യ നേതാവ്. അവനിങ്ങനെ വന്ന് ശ്രീനിവാസന്റെ നേരെയാണ് കേട്ടോ. അപ്പൊ ശ്രീനിവാസന്റെ നേരെ കൈ ഓങ്ങി വിക്രം കയറി പിടിച്ചു. പക്ഷേ എങ്കില് അബദ്ധപ്പെട്ട കത്തിയുടെ തുമ്പ് ഇങ്ങനെ ശ്രീനിവാസന്റെ കയ്യിൽ ഇങ്ങനെ കൊള്ളുന്നുണ്ട് കേട്ടോ. അവസാനം വിക്രം ഗതി കെട്ടിട്ട് വരയിലിരുന്ന് തോക്കെടുത്ത് ചൂണ്ടുകയാണ്. ഇവന്മാരെ ഈ സമയത്ത് ഇത് ഫോട്ടോ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവന്മാര് വേഗം ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അവനിങ്ങനെ പറയാണ്, എടോ ശ്രീനിവാസ, തന്റെ പ്രതിച്ഛായ മാറ്റാനൊന്നും താൻ ശ്രമിക്കണ്ട, അത് നടക്കില്ലടോ എന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് പോണത്. സാർ കൈ പൊറിഞ്ഞോ? സാർ നമുക്ക് ആശുപത്രി പോവാം, താൻ ടെൻഷൻ അടിക്കണ്ടോ. ജയം ആഗ്രഹിക്കുമ്പോ നമുക്ക് തുള്ളിയില് മൃഗീയതയും കിട്ടിയ ഒരു വലിയ ജയം കിട്ടിയ എന്താ ഭാഗ്യം. അവര് പറഞ്ഞു കേട്ടില്ലേ, ഈ പൊടിഞ്ഞ് ഓരോ തുള്ളി ചോഴയും ഓട്ടോ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാർ ഇതിന്റെ പിന്നിൽ ആരാണെന്നറിയാതെ നമ്മൾ എന്തിനാ അത് ആലോചിച്ച് തല പോയിക്കണം? അത് ഞാനല്ലെന്ന് തെളിയിക്കേണ്ടത് പിന്നെ പോൾ കാട്ടൂക്കാരന്റെ ജോലിയാണ്. നമുക്ക് എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. എന്തായാലും ആദ്യ ആശുപത്രി, എന്നിട്ട് മതി എന്തായാലും ബാക്കി എന്ന് പറഞ്ഞ ഇയാളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അതേണ്ട നമ്മുടെ വിനായകനും നന്ദിനിയും എന്താ പറയാ വേദയും ഒക്കെ കൂടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇവിടെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും പൈസയ്ക്ക് കൊടുത്തിട്ട് അതെ വേദ ഇപ്പൊ തൽക്കാലം ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ പറയണ്ട. അതെന്താ അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ന് ചോദിച്ചു. അതല്ല, എന്തെങ്കിലും ചെറിയ കള്ളത്തരം പറഞ്ഞാൽ മതി. ഇതിപ്പം നമ്മളിപ്പോ പരാതിയല്ലേ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇനി പരാതിയുടെ ഇൻവെസ്റ്റിഗേഷനും പിന്നെ നഷ്ടപ്പെട്ട പൈസയുടെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വരുമ്പോ ഇവിടെ എല്ലാരും അറിയില്ലേ, പിന്നെ എന്തിനാ, അത് അന്നേരം നോക്കാം. ഇപ്പൊ തൽക്കാലം വേദയായിട്ട് ഇക്കാര്യം പറയരുത് എന്ന് പറഞ്ഞ് ഇവര് വേദ ചാട്ടേ കയറ്റി അകത്തേക്ക് പോവാണ്. സമ്മതിച്ചു വേദ. അകത്തേക്ക് ചെല്ലുമ്പോഴാണ് കമല ആ വാതിക്കെ തന്നെ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ വേഗം തന്നെ വിനായകൻ ആദ്യം ചെന്നു, പുറകെ തന്നെ നമ്മുടെ നന്ദിനിയും വേദയും കൂടി കയറി ചെല്ലുകയാണ്. എന്തിനാണ് ഇവരെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടിരുന്നത്? അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചു വിനായകൻ. എവിടെന്നാ വരുന്നതെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, നിന്റെ ഭാര്യയോടും ചോദിക്കുന്നില്ല. നിന്ന നിൽപ്പിൽ ആരും വിശ്വസിപ്പിക്കുന്ന നുണ പറയാൻ നിങ്ങൾ രണ്ടുപേർക്കും നല്ല മിടുക്കാണെന്ന് എനിക്കറിയാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? നീ ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുന്നത് പോലും കള്ളത്തരമാണ് വിനായക എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കൂടെ വന്നത് കൊണ്ട് ഞാൻ വേദയോടാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇവർ രണ്ടുപേരും പറയല്ലേ പറയല്ലേ എന്നുള്ളത്. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നീ പോയത് ഇവരുടെ അടുത്തേക്കായിരുന്നു അല്ലേ? അപ്പൊ വേദം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിങ്ങനെ വിനായകൻ കാണിക്കുന്നുണ്ട്. അപ്പൊ വേഗം കമല അപ്പൊ നമ്മുടെ ശ്രീജയും വിശ്വവും കൂടി ഇറങ്ങി വന്നു. എടേ, നീയും എന്നോട് നുണ പറയാനാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. അമ്മ മക്കള് സത്യം പറയണില്ല, അപ്പൊ പിന്നെ ഇനി മരുമക്കളായിട്ട് എന്തിനാ, അതിലും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ വേദയ്ക്ക് അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ വേദ അങ്ങനെ നിന്നു കുറച്ചു നേരം നിന്നിട്ട് പെട്ടെന്ന് തന്നെ നന്ദിനിയെ നോക്കി. അപ്പൊ നന്ദിനി പറയല്ലേ പറയല്ലേ എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. എങ്കിലും വേദ മനസ്സമ്മതിച്ചില്ല. ഞാൻ പോയത് ഇവരെന്നെ വിളിച്ചിട്ടാമേ, ഇവരുടെ അടുത്തേക്ക് തന്നെ അമ്മേ എന്ന് പറഞ്ഞു. അപ്പോ പെട്ടു എന്ന് മനസ്സിലായി. അതെന്തിനായിരുന്നു എന്ന് കൂടി എന്നോട് പറയാവല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും വിനായകൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, പറയല്ലേ പറയല്ലേ എന്ന്. വിനായകൻ ചേട്ടൻ KP കുറി കമ്പനിയില് ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കുറി ഉണ്ടായിരുന്നു, നശിപ്പിച്ചു. എന്റെ പൊന്നോ മതി. അപ്പൊ ഇങ്ങനെ നിൽക്കണം. അല്ല, അത് ഇന്ന് കിട്ടേണ്ട ദിവസമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി എല്ലാവരുടെയും കുറിക്കാശുമായിട്ട് ആ കേശവനും കുടുംബവും മുങ്ങി. എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു കമല. അപ്പൊ ഇവര് ഞെട്ടിപ്പോയി. അപ്പൊ കമല എല്ലാം അറിഞ്ഞിട്ടാണ് ചോദിച്ചതെന്ന് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ആണോ വേദേ, അതാണോ ഉണ്ടായത്? അതെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സത്യങ്ങളും പുറത്തായി. ഇങ്ങനെ നിൽക്കാണ്. പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുക്കാനും ആ പണം തിരിച്ചു പിടിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാനുമാ ഞാൻ പോയത്. അതിന് ദർശനെ കണ്ട് ആ കേസ് ഏൽപ്പിക്കുകയും കൂടെ ചെയ്തിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെ വേദ പറയുകയും ചെയ്തു കേട്ടോ. ഓഹോ വിനായക, വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ചോദിക്കുമ്പോ തരാൻ നിന്റെ കയ്യിൽ പണമില്ലാത്തതുള്ളൂ. എന്താ ശരിയല്ലടാ എന്ന് ചോദിച്ചു. മാസാമാസം 20,000 രൂപ വെച്ച് കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ചിറ്റിക്ക് മാറ്റി വെക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടായി അല്ലേ വിനായക? ആദ്യം ഒന്നും അത്ര കാശ് അടച്ചിട്ടില്ലമ്മേ, കിഴിവൊക്കെ കഴിഞ്ഞ് ഒരു 10,000 മാത്രമേ അടച്ചിട്ടുള്ളൂ. അവസാന മാസങ്ങളിലാ മുഴുവൻ തുകയും അടക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു. ചിട്ടിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കണക്കല്ല ഞാൻ ചോദിച്ചത്, അതെനിക്കറിയണ്ട. അതിനെ നിനക്ക് മനസ്സുണ്ടായല്ലോ എന്നാ ഞാൻ ചിന്തിച്ചത് എന്ന് പറഞ്ഞു. എന്താടാ ചോദിച്ച കേട്ടില്ലേ എന്ന് ചോദിച്ചു. സ്വാർത്ഥത മനുഷ്യർക്കുണ്ടാകാൻ പക്ഷേങ്കിൽ ഇത്രത്തോളം അത് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. നീ എന്ത് വേണേലും ആയിക്കോ, അതിലൊന്നും തെറ്റൊന്നും പറയാൻ പറ്റില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആ മനുഷ്യൻ ഈ പ്രായത്തിലും കഷ്ടപ്പെടുന്നത് നീയും നിന്റെ ഭാര്യയും കാണാത്തൊന്നും അല്ലല്ലോ. ബില്ലടയ്ക്കാതെ എല്ലാവരും ഒരു രാത്രി മുഴുവൻ ഏട്ടത്തിരുന്നു. അത് പിറ്റേന്ന് അടിക്കാൻ നിന്റെ കൈ കാശില്ല എന്നല്ലേ പറഞ്ഞത്? കറണ്ട് ബില്ല് അച്ഛൻ കൊടുത്താണല്ലോ. അത് പലിശക്കാരന്റെ കടം വീട്ടാൻ ഉപയോഗിച്ചത് അമ്മയുടെ മൂത്ത മകനാ, അല്ലാതെ ഞാനല്ല. വിനായക, വസ്തുതയ്ക്ക് നിരക്കുന്നേ പറയാവൂ. അതെ, കടം വീട്ടിയൊന്നും അല്ല, അയാളെ പിടിച്ചു പറിച്ചതാ. അയാള് നിങ്ങൾ കൊള്ളാനിട്ട് അതിന് ഞാനെന്ത് പിഴച്ചു? ഇല്ലടാ, നീ ഒരു കാര്യത്തിലും പിഴച്ചിട്ടില്ല. സ്വന്തമായി കാശുണ്ടാക്കി സൂക്ഷിക്കുന്നതിൽ നീ പിഴച്ചിട്ടില്ല. രഹസ്യമായി ചിട്ടി ചേരുന്നതിൽ നീ പിഴച്ചിട്ടില്ല. എന്തിന് മറ്റാരും കാണാതെ അകത്തെ മുറിയിലെ ഭാര്യയും കുട്ടി ഹോട്ടൽ പലഹാരങ്ങൾ രഹസ്യമായി കഴിക്കുന്നതിലും നിനക്ക് പിഴവൊന്നും ഉണ്ടായിട്ടില്ല വിനായക എന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ അതുവരെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു വിശ്വ. അടിപൊളി.
അപ്പൊ വേഗം തന്നെ അറിയണം, അതിന് നശിപ്പിച്ചൊന്നുമില്ലല്ലോ അമ്മേ, എല്ലാം സമ്പാദിച്ചു വെക്കുകയല്ലേ ചെയ്തത്. ഞാൻ സംസാരിക്കുന്നത് എന്റെ മകനോടാ, കാശിന്റെ കാര്യം, അതിൽ നന്ദിനി ഇടപെടണ്ട എന്ന് പറഞ്ഞു. പക്ഷേങ്കില് അപ്പം എന്റെ ഭർത്താവിന്റെ കാശിന്റെ കാര്യം സംസാരിക്കാൻ എനിക്ക് ഇടപെടാലോ, അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ കമല ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടോ. അച്ഛൻ പെൻഷൻ കാശും കണക്കും പറമ്പിലെ സാധനങ്ങൾ വിട്ട് കണക്കും അമ്മയെ കൃത്യമായി ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അച്ഛനെ കണ്ടല്ലേ വിനയേട്ടനും ആ വക ശീലങ്ങളും ഒക്കെ പഠിക്കുന്നത്, അതൊരു തെറ്റാണോ അമ്മേ എന്ന് ചോദിച്ചു. ഉടനെ നന്ദിനി അപ്പൊ വേഗം തന്നെ കമല അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ മോളെ, കണ്ടുപഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ശരിയാ നീ പറഞ്ഞതൊക്കെ. പക്ഷെ പഠിക്കുമ്പോ എല്ലാ ശീലങ്ങളും നന്നായി പഠിക്കണം, അല്ലാതെ അവനവന് ഗുണമുള്ളത് മാത്രമല്ല പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. മാഷ് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണം എനിക്കും മാഷിനും വേണ്ടി മാത്രമല്ല ഈ വീട്ടിൽ ചെലവഴിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടുന്നില്ല, ആരും മിണ്ടാതെ ഇങ്ങനെ തലകൂനിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എന്ത് പറയാനാ, എന്നെ കൊണ്ട് മാഷ് ആശുപത്രി പോയപ്പോ കാശ് ചെലവാകും എന്ന് മടികൊണ്ടാണ് നീയും വിനായകനും കൂടെ വരാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണോ നീ കരുതിയിരുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി എന്ന് പറഞ്ഞു. മോളെ, വിനായക സ്വാർത്ഥത ആയിക്കോ, പക്ഷെ ജീവിതത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം അതും നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരിക്കലും വയസ്സായ ആ പാവം മനുഷ്യനെ ഇങ്ങനെ ഊറ്റി ജീവിക്കരുത് എന്ന് പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടാതെ എല്ലാവരും നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.